ഞാൻ വിചാരിച്ചു കുറച്ച് ഹൈറ്റ് ഉള്ള വലിയൊരു കുട്ടി ഐറിസ് എന്നൊക്കെ പറയുമ്പോ പാട്ട് കേട്ടാ അങ്ങനെയൊക്കെ ഇരിക്കും. അതെ, ഇത് മറ്റേ മിനിയേച്ചർ സൈസ്. ഹലോ, ആരാന്ന് കണ്ടോ? എനിക്കറിയാം, സ്റ്റീഫൻ ദേവസ് അങ്കിൾ ഓർക്കുന്നുണ്ടോ? ഞാൻ മന്ദാര ചെപ്പുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അങ്കിള് ലൈക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചില്ലേ, മോള് നന്നായിട്ട് പാടി. ദൈവമേ, അത് നീയാണോ? ആയിരുന്നോ നീ? ഇത്രയും കൂടെ ചെറിയ കുട്ടിയായിരുന്നു. അത് എത്ര നാളായി? കൊറേ വർഷം. വലിയ കുട്ടിയായിപ്പോ. 8 വയസ്സായി. അല്ല സ്റ്റീഫൻ ചേട്ടാ, ഇതിപ്പോ ഈ പാട്ട് കേട്ടിട്ട് എന്തായിരുന്നു മെസ്സേജ് അയക്കാൻ അത്ര ഇഷ്ടപ്പെട്ടു? നന്നായിട്ട് പാടി. ഞാൻ സാധാരണ ഇതൊന്നും ചെക്ക് ചെയ്ത് അങ്ങനെ ലൈക്കൊന്നും ചെയ്യില്ല. പക്ഷെ എനിക്ക് ആള് എന്നെ ടാഗ് ചെയ്തായിരുന്നു. നീ എന്നെ എന്തോ എനിക്ക് അങ്ങനെ വന്നു. അപ്പൊ ഞാൻ അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു, ആളെ സന്തോഷിപ്പിച്ചു. ഞാൻ ഭയങ്കര അങ്ങനത്തെ ടാഗ് ചെയ്യുക, കൊളാബ് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക. ഇൻസ്റ്റാ ഭാഷയിലാണ് പലരും സംസാരിക്കുന്നത്. അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? വാഴ്ത്തേടുന്നിത. മക്കളെ ഡീറ്റെയിൽ പറയാവോ? മൂവിയുടെ പേര് എനിക്കറിയത്തില്ല. നല്ല ഇന്ന് വരെ 6 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക കേട്ടോ. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു ഉത്തരം ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. മൂവിയുടെ പേര് എനിക്കറിയില്ല. സംഗീതം എനിക്കറിയില്ല, എനിക്ക് ഒട്ടും അറിയില്ല. പിന്നെ എഴുതിയത് തീരെ ആരോ, പാടിയത് ആരൊക്കെയോ. ജാനകിയമ്മ. പിന്നെ മ്യൂസിക് ഡയറക്ടർ MG അങ്കിളുടെ ചങ്കും ചങ്കിടുപ്പും ജോൺസൺ മാസ്റ്റർ. ലിറിക്സ് ONV കുറുപ്പ്. പല ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് അത് അപ്പൊ സിനിമയുടെ പേര് മാത്രം അറിഞ്ഞൂടാ. സമാഗമം. ഓക്കെ. പല്ലില്ല മുമ്പില്. അത് പക്ഷെ വേറെ കാര്യമുണ്ട്, ഏറെ കൂടുതൽ വരാൻ വേണ്ടിട്ട് എടുത്തു കളഞ്ഞു. അതാ ഈ വരാൻ താമസിക്കുന്നത്. കാരണം ഇപ്പൊ പാടുമ്പോ നോക്കണം, ഇപ്പൊ നിന്ന ആളെയല്ല, വേറെ സൗണ്ട്, വേറൊരു അറ്റ്മോസ്ഫിയർ ആയിക്കളെ ഇവിടെ ഭക്തി സാന്ദ്രമാക്കാൻ പോവാണ്. ഓക്കെ, ശരി, പാട്ട് ഓക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.